ലൈംഗിക പീഡന പരാതിയിൽ നടനും ഭരണകക്ഷി എംഎൽഎയുമായ മുകേഷിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിച്ച സംഭവത്തിൽ പ്രതികരണവുമായി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. സർക്കാർ നീതിപൂർവമായാണ് പ്രവർത്തിക്കുന്നതെന്നതിന്റെ തെളിവാണിതെന്നും മുകേഷിന്റെ കാര്യത്തിൽ പാർട്ടിയും സർക്കാരും ശരിയായ നിലപാട് സ്വീകരിക്കുമെന്നും ഇ.പി. ജയരാജൻ തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ലൈംഗിക പീഡന പരാതിയിൽ നടനും ഭരണകക്ഷി എംഎൽഎയുമായ മുകേഷിന്റെ പേരിലുള്ള പരാതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ നീതിപൂർവമായാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ തെളിവാണിത്. ആരെയും പ്രത്യേകമായി സംരക്ഷിക്കില്ല, എന്നാൽ ഒരാളെ വ്യക്തിഹത്യ നടത്തി ഒറ്റപ്പെടുത്തുന്ന നിലപാട് പ്രോത്സാഹിപ്പിക്കില്ല. ശരിയായ പോലീസ് നയമാണ് നടപ്പിലാക്കുന്നത്, അതിനെ പ്രശംസിക്കണം. മുകേഷിന്റെ വിഷയത്തിൽ പാർട്ടിയും സർക്കാരും ശരിയായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ജനങ്ങൾക്കും നീതി ഉറപ്പാക്കാൻ ഗവൺമെൻറ് പരിശ്രമിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടി ഗവൺമെൻറ് അങ്ങേയറ്റം പദ്ധതികൾ തയ്യാറാക്കുന്നു. അങ്ങനെ ജനക്ഷേമകരമായ ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും. എല്ലാം നിങ്ങൾ കാത്തിരിക്കൂ. ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാ ഗതികളും മനസ്സിലാക്കി വേണ്ടി നിലപാട് സ്വീകരിക്കാൻ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നു. എല്ലാ കാര്യങ്ങളിലും ശരിയായ നിലപാട് മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുകയുള്ളൂ. അതാണ് ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള ജനകീയ അംഗീകാരത്തിൻ്റെയും അടിസ്ഥാനം. അല്ല, ഇതെല്ലാം എംഎൽഎ സംബന്ധിച്ച കാര്യം പാർട്ടി എടുക്കേണ്ടതല്ല, അത് ഗവൺമെൻറ് തലത്തിലുള്ളതാണ്. പാർട്ടി എടുക്കേണ്ട കാര്യം പാർട്ടി സ്വീകരിക്കും. അത് സംഘടനാപരമായ കാര്യങ്ങൾ, ഭരണപരമായ കാര്യങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഇതെല്ലാം ഒരു ആലോചനയുടെയും കൂട്ടായ തീരുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരിക. നമ്മൾ ഏതെങ്കിലും ഒരാളെ വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്തി ആക്ഷേപിച്ച് ഒറ്റപ്പെടുത്താനുള്ള നിലയെ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ പറയുന്നത് കുറേ ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഓരോന്നിനെക്കുറിച്ചും അന്വേഷിച്ച് നടപടി സ്വീകരിക്കുന്നുണ്ട്. ആ സ്വീകരിക്കുന്ന നടപടികളെ നിങ്ങൾ പ്രശംസിക്കൂ. ശരിയായ പോലീസ് നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് നിങ്ങൾ പ്രശംസിക്കൂ. എന്തെങ്കിലും പെശകുകളോ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയൂ. നിങ്ങൾ കണ്ടെത്തി. ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ, പാർട്ടിയുടെ മുമ്പാകെ കാര്യങ്ങൾ വരുമ്പോൾ ശരിയായ നിലപാട് പാർട്ടി സ്വീകരിക്കും. അതേസമയം കേരള വിരുദ്ധ പാർട്ടിയായി മാറിയ ബി.ജെ.പിയുടെ ശബ്ദമാണ് മന്ത്രി ജോർജ് കുര്യനിൽ നിന്നും ഉയർന്നതെന്നും കേരളീയർ ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു നടക്കുന്നവർ രാജ്യത്ത് തുല്യനീതി നടപ്പിലാക്കാനും തയ്യാറാകണം. കേരളം എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്. പിന്നോക്കാവസ്ഥയിലെത്തട്ടെ, അപ്പോൾ സഹായം നൽകാമെന്നാണ് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത്. ഇത് ബി.ജെ.പിയുടെ ശബ്ദമാണ്. ബി.ജെ.പി തികഞ്ഞ കേരള വിരുദ്ധ പാർട്ടിയായി മാറിയിരിക്കുകയാണ്. ബി.ജെ.പിയുടെ കേരള വിരുദ്ധ മനോഭാവവും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും തിരിച്ചറിയണം. മലയാളിയായ ഒരു ബി.ജെ.പിക്കാരൻ പോലും ഈ കേരള വിരുദ്ധ നിലപാട് അംഗീകരിക്കില്ല. കേരളം ഒറ്റക്കെട്ടായി ഈ അവഗണനയ്ക്കെതിരെ പ്രതികരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.